ദന്തപ്പാല, വെട്ടുപാല എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഇത് പ്രധാനമായിട്ടും എണ്ണയുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇല ഞുള്ളിയെടുത്ത്, കത്തിയൊന്നും ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഞുള്ളിയെടുത്ത് വെളിച്ചെണ്ണയുമായിട്ട് വെയിലത്ത് വെച്ച് 7 ദിവസം വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറും. ബീട്രൂട്ട് ജ്യൂസിൻ്റെ കളറാകും ഇതിന്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ എണ്ണയുടെ മൂപ്പാകുന്ന അപ്പോഴാണ്. അപ്പോൾ അതൊരു കോഫി ബ്രൗൺ കളറിലോട്ട് മാറും ആ എണ്ണ. അപ്പോഴാണ് ശരിക്കും എൻ്റെ മൂപ്പാകുന്നത്. പക്ഷേ യൂട്യൂബിൽ എല്ലാവരും പർപ്പിൾ കളറിലാകുമ്പോഴേ എണ്ണ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ്. ശരിക്കും അത് ഒന്നുകൂടെ വെച്ച് ഒരു ദിവസം കൂടെ വെച്ച് അതൊരു കോഫി ബ്രൗൺ കളറിലോട്ടാകുമ്പോഴാണ് ശരിക്കും ആ ഓയിൽ എടുക്കേണ്ടത്. എല്ലാവരും കാണിക്കുന്നത് ആ പർപ്പിൾ കളർ ആകുമ്പോഴേ എണ്ണ എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതുവരെ ആരും അങ്ങനെ കോഫി ബ്രൗണിലെടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരും പറയാത്തൊരു രഹസ്യം ആയിട്ട് ഞാൻ ഇതിനെ പറയുന്നത്. പിന്നെ ഇത് ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്കും, സോറിയാസിസ് അതുപോലെയുള്ള ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തലയിലെ താരൻ പോകാൻ, മുടി വളരാനും ഒക്കെ ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ത്വക്കിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് ഈ ദന്തപ്പാല ഓയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ.